ഇതെന്നെ ഹാജിയാരുടെ മൂടിന് തീ പിടിച്ചോ? ഞാൻ പറയണതിന് മുമ്പ് ഇവിടെ അറിഞ്ഞോ? അറിഞ്ഞു കാണൂല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടന്നാ പോരാ, കിടന്ന് ഓടേണ്ട വരും. എന്തായാലും പോയി നോക്കാം. അല്ലാ, എന്താ ഹാജരെ കൂട്ടിലിട്ട ബെരുകിനെ പോലെ കിടന്ന് ബെരകണത്? അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ല വിഷയം? എന്ത്? ഞമ്മടെ മോള് കുട്ടിയായിരിക്കുമ്പോഴേ അളിയനും നബീസും ഞമ്മക്ക് ബാക്ക് തന്നിട്ടുള്ളതാണ്. ആരിഫ റഫീഖിനുള്ളാണെന്ന്. എന്നിട്ടിപ്പോ ഓൻ തന്നെ എന്റെ മോളെ ഫോണിൽ വിളിച്ച് പറഞ്ഞേക്കണ് ഓൻ അവിടെ കെട്ടൂലെന്ന്. ഹാജരെ, ആ പുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ ചെന്നിട്ട് ഒരു പാവപ്പെട്ട പെണ്ണിനെ കയ്യെ പിടിച്ച് വലിച്ച് വീട്ടിൽ കൊണ്ടുവരാനായിരിക്കും അവന്റെ ഉദ്ദേശം. മേലകത്ത് മാമുഹാജി ജീവിച്ചിരിക്കുമ്പോ നടക്കൂല. ഈ കാണായ സ്വത്തുക്കളെല്ലാം ഏതെങ്കിലും എരണം കെട്ടോർക്ക് നമ്മൾ വിട്ടുകൊടുക്കൂല. നമ്മുടെ കൊക്കിൽ ജീവനുള്ളടത്തുള്ള കാലം നമ്മള് സമ്മതിക്കൂല. സമ്മതിക്കണ്ട. അപ്പൊ അതാണല്ലേ കാര്യം. ഓൻ കാരണം എന്താണെന്നാണ് പറഞ്ഞത്? ഓനോളെ പെങ്ങളെ മാതിരിയാണ് കണ്ടിട്ടുള്ളൂ. ബന്ധത്തിലുള്ള ഒരു പെണ്ണിനെ ഓൻ കെട്ടൂലെന്ന്. ഇങ്ങള് വിചാരിക്കും പോലെ അല്ല ഹാജാര സംഗതി. ഓനൊരു പെണ്ണുമായിട്ട് മുഹബത്തില. നിങ്ങൾ ഓരോന്ന് ഊഹിച്ചു പറയാ. ഞാൻ ഇന്ന് ഓരെ അങ്ങനെ ഒരു പരുവത്തിൽ കണ്ട്. പെണ്ണേതാന്ന് അന്വേഷിച്ചറിയുകയും ചെയ്യും. അങ്ങനെ ബേജാറാകല്ല ഹാജിയാരെ. ആ കവലമുക്കില് മുറുക്കാങ്കട നടത്തുന്ന കൂതറ കാതറില്ലേ, ആ കാതറിന്റെ മോള് പേര് ചപ്പിയ. അല്ല, ചായ ഉണ്ടാക്കി കഴിഞ്ഞോ? ഞാനുണ്ടാക്കായിരുന്നല്ലോ. പുതുപ്പെണ്ണ് ഇത്ര നേരത്തെ എണീറ്റ് വരുമെന്ന് വിചാരിച്ചില്ലല്ലോ. ഇതാർക്കായി ചായ? ഉമ്മയ്ക്ക്. എന്നാ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. പുത്തനച്ചി പെരപ്പുറം തൂക്കും. പോടുന്നു.